അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന, നാവിൽ സരസ്വതി കടാക്ഷം സൂക്ഷിക്കുന്ന അദ്ദേഹത്തിന് കൂട്ട് എന്നും പുസ്തകങ്ങളായിരുന്നു. പഠനമെന്നത് 75-ാം വയസ്സിലും ആവേശപൂർവ്വം തുടരുന്ന നിത്യകർമ്മം. അറിവിൻ്റെ ആഴം അരനൂറ്റാണ്ടിലെ മികച്ച ഭരണാധികാരികളിൽ ഒരാളാക്കി മാറ്റി അദ്ദേഹത്തെ. ചവാൻ അധ്യക്ഷനായിട്ടുള്ള ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ തെളിവെടുക്കാൻ വന്നു. സാധാരണ ധനകാര്യ കമ്മീഷന് മുമ്പിൽ മന്ത്രിമാരങ്ങനെ വന്ന് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഇരുന്ന് കാര്യങ്ങൾ വാദിക്കുമെന്നും പതിവില്ല. ആ വകുപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ചില മന്ത്രിമാരൊക്കെ വന്നിരിക്കും. അദ്ദേഹം ഖദർ മുണ്ട്, ഖദർ ഷർട്ട് ഒക്കെ ആയിട്ട് വന്നു. ബോർഡ് ചെയർമാനുണ്ട്, കൂടെ ചീഫ് എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്. ഒരാളെ കൊണ്ട് വായ തുറപ്പിച്ചില്ല. ഫിനാൻസ് കമ്മീഷൻ്റെ മുൻപാകെ ആ വർഷത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഈ മന്ത്രിയാണ് പറഞ്ഞത്. ആ ടീമിലുണ്ടായിരുന്ന എൻ്റെ കൂടെയുള്ള ഒരു നോർത്ത് ഇന്ത്യൻ IAS ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അദ്ദേഹം, ഇത് ഉച്ചയ്ക്ക് മുമ്പാണ്, ഉച്ചയ്ക്ക് ഊണ് സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇത് കേരളത്തിൽ വളരെ അസാധാരണമായിട്ടാണല്ലോ, സാധാരണ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാൻമാർ ഒരിക്കലും നോൺ ഒഫീഷ്യൽ ആകാറില്ല, എല്ലാം ഓഫീസർമാരായിരിക്കും. ബാലകൃഷ്ണപിള്ള ചേട്ടൻ ബോർഡ് ചെയർമാനാണെന്നാണ് അവർ വിചാരിച്ചത്. കാരണം അവിടെ ബോർഡ് ചെയർമാൻ മിണ്ടിയില്ല, അങ്ങനെ മിണ്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെക്കാൾ വിവരം മന്ത്രിക്കുണ്ട് തരും. കേരളത്തിൽ എത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വെള്ളം ശബരിഗിരി പ്രോജക്റ്റിലും ഇടുക്കി പ്രോജക്റ്റിലും ഉണ്ടെന്ന് ചോദിച്ചാൽ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാനാകട്ടെ, അവിടുത്തെ ചീഫ് എഞ്ചിനീയർമാർക്കാകട്ടെ ഒരാൾക്ക് പറഞ്ഞുകൂടായിരിക്കും. പക്ഷേ ബാലകൃഷ്ണപിള്ളയോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും, ഇന്ന് എത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റിക്കുള്ള വെള്ളം നമ്മുടെ എല്ലാ ഡാമിലും കൊണ്ടുണ്ടെന്ന് ചോദിച്ചാൽ അറിയാവുന്ന ഒറ്റ വ്യക്തി ബാലകൃഷ്ണപിള്ള. ഇത്ര മാത്രം താൻ ഭരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി അറിവ് ഉള്ള മന്ത്രിമാർ വളരെ കുറവാണ്. ഭരിക്കേണ്ടത് എങ്ങനെയാണ് എന്നും ഒരു വകുപ്പ് കൊണ്ടു നടക്കേണ്ടത് എങ്ങനെയാണെന്നും ഇത്രയും ഭംഗിയായിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഗ്രേഡ് കൊടുക്കുന്ന ഭാഷയെ പറഞ്ഞാൽ A+ ഗ്രേഡിൽ അറിയുന്ന രാഷ്ട്രീയക്കാർ കേരളത്തിൽ എൻ്റെ 40 വർഷത്തെ സിവിൽ സർവീസിൽ ഞാൻ കണ്ടിട്ടുള്ള മന്ത്രിമാരുടെ എണ്ണം തികയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു 6 പ്രാവശ്യം കാണിക്കണം. പക്ഷെ കൊള്ളാവുന്ന ഒരു എണ്ണം തികയണമെങ്കിൽ ഇങ്ങനെ ഒരു കൈ കാണിച്ചാൽ മതി. അതിലൊരാളാണ് ബാലകൃഷ്ണൻ. ഭരണ നേട്ടങ്ങളുടെ പട്ടികയിൽ കുഗ്രാമങ്ങളിൽ പോലും വൈദ്യുതി എത്തിച്ചതും മിച്ച വൈദ്യുതി സംസ്ഥാനമാക്കി മാറ്റിയതും സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ നിരത്തിലിറക്കിയതും മുതൽ ഒട്ടേറെ നേട്ടങ്ങൾ. അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന കാലത്ത് ഉണ്ടായതുപോലെ ഒരു മുന്നേറ്റം ട്രാൻസ്പോർട്ടിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ട്രാൻസ്പോർട്ട് ഇന്ന് വലിയ നഷ്ടത്തിൽ നടക്കല്ലേ. ബാലകൃഷ്ണപിള്ളയാണ് ഭരിച്ചിരുന്നെങ്കിൽ അത് ലാഭത്തിലാകാനെ. പക്ഷേ ഈ ട്രാൻസ്പോർട്ട് ലാഭത്തിലാക്കാനുള്ള പരിശ്രമത്തിനിടയ്ക്ക് ട്രാൻസ്പോർട്ടിലെ തൊഴിലാളികളെ പിണക്കാനും അദ്ദേഹത്തിന് വിഷമമില്ല. അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഡ്രൈവേഴ്സ് യൂണിയൻകാർ പോലും അദ്ദേഹത്തിനെതിരായി. താൻ ഭരിക്കുമ്പോൾ ആ ഭരിക്കുന്ന വകുപ്പിൻ്റെ നന്മ മാത്രമേ അദ്ദേഹം നോക്കുള്ളൂ. അപ്പോഴത്തേക്കും മറ്റ് വ്യക്തികളെയൊക്കെ അങ്ങ് വിസ്മരിക്കും. രാഷ്ട്രീയത്തിൽ അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണോ എന്ന് എനിക്ക് വലിയ നിശ്ചയം പോലും. ഈ ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി വന്ന കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും അവിടുത്തെ തൊഴിലാളികൾക്കും വാരി കോരി കൊടുത്ത് സർക്കാരിന് 1500 കോടി രൂപ നഷ്ടം വരുത്തിയാൽ ആരും അത് ശ്രദ്ധിക്കുകയില്ല. കാരണം സർക്കാരിന് ലാഭം വരുത്തി ഇവരാഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാതിരുന്നാൽ മന്ത്രി ഉടനെ തന്നെ വളരെ അൺപോപ്പുലറായിട്ട് അങ്ങ് മാറും. പക്ഷെ അതിനൊരു മടിയില്ലാത്ത ആളാണ് ബാലകൃഷ്ണപിള്ള. കാര്യശേഷിയും ഭരണ നൈപുണ്യവും ബാലകൃഷ്ണപിള്ളയെ വേറിട്ട വ്യക്തിത്വമാക്കി.